പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും സന്ധ്യാവന്ദനം. എങ്കിലും മകളെ, എൻ്റെ മനസ്സ് വേദനിച്ചിട്ടിരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കള്ളന്മാർ ഒരുമിച്ച് കൂടി ആലോചിക്കുക. പറഞ്ഞു തരാം. ആഗോള വൈദിക സംഗമം കോൺഫറൻസിന് തുടക്കം കുറിച്ച് പരമ്പരയിലെ വൈദിക സംഘം പ്രസിഡന്റ് അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലീത്ത പതാക ഉയർത്തി. ഞാൻ ഈ പുരോഹിത വർഗത്തോട് തന്നെയാണ് ചോദിക്കുന്നത്, എന്താണ് ആഗോള വൈദിക സംഗമത്തിൻ്റെ ഉദ്ദേശം? ഏതായാലും സഭയുടെ കാര്യത്തിലല്ല. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാ. അത് നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ഓരോന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു പുരോഹിതൻ മറിച്ച മസ്കാമയ്ക്കൊണ്ട് പെൻഷൻ കൊടുക്കണം, അവർക്ക് ആജീവനാന്തം പച്ചത് കൊടുക്കണമെന്നൊക്കെ തീരുമാനം നിങ്ങളെടുത്തു. നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഓട്ടോ സഭയിലെ കള്ള പുരോഹിത വർഗമേ, മെത്രാനോ ഏതവരാണെങ്കിലും ഞാൻ ചോദിക്കുന്നത്, നിങ്ങളെ ആറ്റുമായിട്ട് ഇത് പറയാം, നിങ്ങളെ ഉദ്ദേശിച്ച് കോൺഗ്രസ് വന്നു കഴിയുമ്പോൾ പള്ളിയെല്ലാം പിടിച്ചു തരുമെന്നല്ലേ? നിങ്ങളാണോ ദൈവത്തിൻ്റെ ശിഷ്യന്മാർ? സഹോദര സ്നേഹമില്ലാത്ത പരമദരിദ്രവാസി ഓർത്തോ സഭയിലെ പുരോഹിത വർഗമേ, നിനക്കൊക്കെ എന്തിനായി പള്ളി? നിങ്ങളിപ്പോൾ പള്ളികൾ ഒരുപാട് പണി കൂട്ടുന്നുള്ള കാരണം എല്ലാ വർഷവും കുറേ കാളക്കുട്ടന്മാരെ അവിടുന്ന് ഇറക്കി വിടുന്നുണ്ട്. അവർ പഠിക്കണോ പഠിച്ചിട്ടോ എന്നുള്ളതല്ല, ആ കുപ്പായ വിട്ട് കഴിഞ്ഞാൽ അവന് സാധനം കൊടുത്തേ വെക്കൂ. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, ഈ ആഗോള പുരോഹിത സംഗമം പരമ്പരയിൽ ഇത് രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണോ? എത്രയെങ്കിലും ആണ്, ഈ രണ്ടാമത്തെങ്കിലും ആവട്ടെ. ഇതാരുടെ കാശാ? നിൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് കാശെടുത്താണോ? സത്യം പറയും. നിങ്ങൾ പുരോഹിത വർഗമേ, നിങ്ങൾ പറയുക, നിങ്ങൾ വിശ്വാസികളോട് പിരിച്ചു മേടിക്കുന്ന കാശ് അവന് ഒരു മനുഷ്യൻ ഒരു കാരണം പിരിവ് കൊടുക്കാതിരുന്നാൽ അവൻ്റെ ശവം അടക്കാൻ സമ്മതിക്കാത്ത നിന്നെയൊക്കെ അവിടെ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഈ സംഗമത്തിൻ്റെ കാശ് ഇവിടുത്തെ ചിലവാ? നിൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാണോ? ഞാൻ ചോദിക്കുന്നത് ഉത്തരം തരും. ഫാദർ അബൈലല്ല, ബാബയല്ല, മറ്റേതവരാണെന്ന് പറയും. നിങ്ങൾ പറയും. കള്ളന്മാരെ, നിങ്ങൾ ഗൂഢാലോചന നടത്തുകയല്ലേ? നിങ്ങളെ ആരല്ല വിശ്വസിക്കുന്നേ? ദൈവത്തിലാണോ? അങ്ങനാണെങ്കിൽ പിന്നെ ഇന്ന് നമ്മുടെ തിയർക്കോറസ് ആ ദരിദ്രവാസി എത്താൻ പറയത്തില്ല, അത് കോൺഗ്രസ് വന്നാൽ ഞങ്ങളുടെ പള്ളികളെല്ലാം പിടിച്ചു തരുമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെന്ന്. നിനക്കൊക്കെ എന്തിൻ്റെ ആവശ്യമാണ്? നിങ്ങൾ ദൈവത്തിലാണോ മനുഷ്യനാണോ വിശ്വസിക്കുന്നത്? നിങ്ങൾക്ക് കള്ളന്മാരെ, നിങ്ങളുടെ ലോകത്തിൽ നിങ്ങൾ ഈ പുരോഹിത വേഷം എടുത്തത് ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിട്ടാണ്. നിങ്ങൾക്ക് തന്ന ഉപദേശം എന്തുവാ? ലോകം മുഴുവൻ വചനം സുവിശേഷം അറിയിക്കാനാണ്. നീയൊക്കെ സുഖജീവിതത്തിലടി കുപ്പായി വിട്ടല്ലേ? ഞാൻ ചോദിക്കുന്നതിന്, ഏതെങ്കിലും ഒരവൻ ഈ ഓർത്തോ സഭയിൽ ഏതെങ്കിലും ഒരു ദരിദ്രവാസി പുരോഹിതനോ മെത്രാനോ മറുപടി തരട്ടെ? നിൻ്റെയൊക്കെ പോക്കറ്റിൽ തന്ന ചെലവ്. ഈയൊക്കെ ഈ വരുന്നത്
നാനാ ഭാഗത്തുനിന്നും ലോകത്തിൽ നിന്ന്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല ഈ മീറ്റിങ്, ഏതോ കാര്യമായി. ഏടാ മക്കളെ, നിങ്ങൾ എത്ര മീറ്റിംഗ് കൂടിയാലും ഒരു രക്ഷയില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടുകൊണ്ടായിപ്പോൾ കിടന്ന് പിടയ്ക്കുന്നേ. നിങ്ങളൊക്കെ ഒരു കാലത്ത് ഏലി ദേവാലയത്തിൻ്റെ വാതിക്കൽ അല്ല പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ ചെന്നപ്പം ഏലി വാതിക്കൽ നിന്നതുപോലെ നീയൊക്കെ ഇരിക്കേണ്ട സമയം വരും. ഒരാളെങ്കിലും വന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കാറിലായി പോയി $100 വെച്ച് പിരിച്ചല്ലോ. ഞാൻ ചോദിക്കുന്നു, കാറിലായിലെ വിശ്വാസികൾ ദേവാലയത്തിൽ ചെന്നില്ലെങ്കിൽ നിന്റെയൊക്കെ വായിലോട്ട് എവിടുന്നാ പോകുന്നേ? നീ എവിടുന്ന് പിടിക്കും? എടാ, ഇനി പള്ളി കല്യാണം നടക്കണമെന്നുണ്ടോ? ഏത് കാലത്തെ പള്ളി കല്യാണം നടത്തിയിട്ടുള്ള ബൈബിളിൽ പറഞ്ഞു കാണാ. തന്നയ്ക്ക് വർക്കാത്ത പുരോഹിത വർഗമേ, മാമോദിസ എവിടെ നടന്നു? നിന്റെയൊക്കെ മന്ത്രകോടി എവിടുന്നു? നിനക്കൊരു പെണ്ണ്, സാധാരണ പാവം പിടിച്ച പെണ്ണ് കല്യാണം കഴിക്കാൻ പോയാൽ അവൾ കൗൺസിലിങ്ങിന് അവൻ്റെ അമ്മയുടെ നെഞ്ചത്തെ ഭർത്താവിൻ്റെ എവിടെ ഭദ്രാസനം എന്ന് വെച്ചാൽ അവിടെ മെത്രാപ്പോലിത്തയുടെ മുന്നേ ചെല്ല കൗൺസിലിങ്ങിന് അവന് കണ്ടുകൊണ്ടിരിക്കാൻ. ഞാൻ തുറന്ന് പറയപ്പെടാ, നീയൊക്കെ കൂട്ടം കൂടെ വരാതിരിക്കുന്നത് വഴി തന്നിട്ടില്ല. നിങ്ങളെത്ര കൂട്ടം കൂടി ആലോചിച്ചാലും വരാതിരിക്കുന്ന വഴി തങ്ങത്തില്ല. നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത മർത്തവർഗ സമാജത്തിൻ്റെ ലോകത്തിൽ നിന്നും നാനാഭാഗത്തും പെണ്ണുങ്ങളെ കൊണ്ടുവന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തി പറഞ്ഞത്, ഞാൻ എല്ലാത്തിനും ഏത് ജോലിക്കും ഞങ്ങൾ സന്നദ്ധരാണ്, ഏത് ജോലിയും ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൂടെ കൊണ്ടു നടക്കി. ഓർത്തോ സഭയിലെ പുരോഹിതവർഗ മർത്തമർഗ സമാജത്തെ കൊണ്ടു നടക്കുന്നത്. ഇനി ഞാൻ തുറന്നു പറയും, നീയൊക്കെ ഞാൻ ചോദിക്കുന്നു, ഈ മർത്തമർഗ സമാജത്തിലെ പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിനക്കൊന്നും ഭർത്താക്കന്മാരും പിള്ളേരും ഇല്ലയോ? മാർത്തയും മറിയും ആരായിരുന്നു? അവർ ലാസറിൻ്റെ സഹോദരിമാരായിരുന്നു. അവർ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. നീയൊക്കെ വിവാഹം കഴിച്ച് എല്ലാം കഴിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്കെല്ലാത്തിനും ഇതും എല്ലാം ചെയ്യാനുള്ള ഇതുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, നിങ്ങൾ എന്തിനായി മീറ്റിംഗ് കൂടുന്നേ? മക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് ദൈവം പറഞ്ഞു എന്തുവാ? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അറയിൽ കയറി വാതിലടച്ച് അവിടെ നിന്ന് പ്രാർത്ഥിക്കുവേൻ. അതല്ല ഉദ്ദേശം. അന്തിക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് അതിന് സ്ത്രീകളെയും വേണം, എങ്കിലേ പുരുഷന്മാർ കൂടത്തുള്ളൂ. ഞാൻ ഓപ്പണായിട്ട് പറയുക. അല്ലെങ്കിൽ ഓർത്തോ സഭ ഈ ദിയസ്കോറോസ് എന്ന് പറഞ്ഞ ഒരു ദരിദ്രവാസി മെത്രാനുണ്ട്. വേറൊരു കാര്യമാണ്, ഇപ്പോൾ രാഷ്ട്രീയത്തിലും ഭാഗത്തിലും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. കാരണം എവിടെ സ്ഥാനം കിട്ടുന്നോ അവിടെ കയറി പറ്റുക. എനിക്ക് സുഖമായി ജീവിച്ചാൽ മതി. ഇവരൊന്നും ചിന്തിക്കുന്നില്ല ഒരു വാക്ക്. ഈ പുരോഹിതവർഗം പോലും ചിന്തിക്കുന്നില്ല. ദൈവം പറഞ്ഞത്, നിങ്ങൾ അധ്വാനിച്ച് വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കുക. ഈ കള്ളന്മാരെന്തുവാ? ഇനി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു മരണം നടന്നു. അപ്പം അവിടെ ഞാനവിടെ ചെന്നു, മരണം നടന്ന് വീട്ടിൽ ചെന്നു. മറ്റന്നാൾ അടക്കം. അപ്പോൾ അതിൻ്റെ കാര്യവിചാരകൻ ലിസ്റ്റ് കൊടുക്കുക. ശവടക്ക ദിവസത്തിൽ 5 അച്ഛന്മാർക്ക് ഉച്ചക്കലത്തെ ആഹാരം അരമനയിലെത്തിച്ചിരിക്കണം. എന്താ?
കഴിഞ്ഞോ? അഞ്ചച്ചന്മാർക്ക് ആഹാരം. സാധാരണ പാവം പിടിച്ച ഒരു മനുഷ്യൻ എന്ത് കൊടുക്കും? ഇവൻ്റെയൊക്കെ വായിലോട്ട് ആരായിട്ട് കൊടുക്കുന്ന ഈ നേർച്ചക്കാശും മറ്റേ കാശും ഇവരൊക്കെ ഏതൊക്കെ വിധത്തിൽ എഴുതിയെടുക്കുന്നു? അത് ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ കയറി ഇരുന്ന് പരിശോധിച്ചാൽ ഞാൻ ഇവൻ്റെയൊക്കെ കണ്ടെത്തുന്ന ഒറ്റ ദിവസമേ പുത്തക്കായി പള്ളി കയറി അവൻ്റെ ഓഫീസിൽ കയറിയുള്ളൂ. അന്ന് ഞാൻ മനസ്സിലാക്കി മെത്രാൻ പോലും ഒരു കുർബാന അർപ്പിക്കാൻ പറഞ്ഞെങ്കിൽ അവന് കൈമടക്ക് കൊടുത്ത് വെക്കും. ആ കൈമടക്ക് കൊടുത്ത് ആ കാർഡ്, അതിനകത്ത് ഒപ്പ് പഠിച്ച കാർഡ് എൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ആയിരുന്നോ, എന്നെ ഇങ്ങനൊന്നും ചിന്തിച്ചില്ല, ഞാൻ ശ്രദ്ധിക്കുമെന്ന്. ഞാൻ വേറൊരു ആവശ്യം ചെന്നു ഈ കാർഡ് കൊടുത്തു ക്ലർക്കിൻ്റെ അടുത്ത്. അപ്പോൾ ക്ലർക്കിന് തന്നെ അറിയാം. ക്ലർക്ക് ടെസ്റ്റിയാണ് കൊടുത്തത്. ആ കാർഡ് മേടിച്ച് അകത്ത് വെച്ചു. എടാ നീയൊക്കെ എത്ര കാലം ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് കൈവടക്കം താന്നോന്തരം കാണിച്ച് ജീവിക്കുന്നതൊക്കെ എന്ന് ഞാൻ മരിക്കുന്നതിന് മുമ്പായിട്ട് കാണും. ഓരോന്നും പറഞ്ഞുതരാം.